ഹായ് കൂട്ടുകാരെ എന്ന് പറയാൻ ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു മോൾക്ക് ഒരു ചെറിയ ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാണ്ടായിരുന്നേ. അങ്ങനെ ഞാനും ചേട്ടനും അവിടെ പോയി അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നേരെ വീട്ടിലോട്ട് വന്ന്. എന്നിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഞങ്ങൾ മാത്രമല്ലായിരുന്നേ, വീട്ടിൽ നിന്ന് പപ്പയും അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുന്നേ അവരവിടെ ആദ്യമേ എത്തിയായിരുന്നു. ഞങ്ങൾ പോയത് പാരിപ്പള്ളി രേവതി തിയേറ്ററിലാണ് ഞങ്ങൾ പോയത്. നമ്മളെല്ലാവരും എത്തിയതിന് ശേഷമാണ് ചേച്ചിയും ചേട്ടനൊക്കെ വന്നത്. ആ ഇരിക്കുന്ന രണ്ട് കുരുപ്പുകളെ കൊണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. ഈ നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടതിന് രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണ്. കണ്ണ് തപ്പി രണ്ടും കൂടെ അപ്പം അടികൂടി. അങ്ങനെ ഞങ്ങളിതേ സിനിമയ്ക്ക് കയറിയിരുന്നേ. കണ്ടില്ലേ സൈഡിൽ രണ്ടും കൂടെ ഒറ്റയ്ക്കിരുന്ന് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. നമ്മൾ ആട് 3ക്കാണ് പോയത്. അവിടെ നേരെ ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഫോൺ കൊണ്ട് എപ്പോഴും ചേച്ചിയുടെ അടുത്ത് പോവുകയാണെങ്കിൽ അവൾ എന്നെ എപ്പോഴും വഴക്കുറയും. എന്നെ എങ്ങനെ വീഡിയോയിലെടുത്ത് ഇട്ടാലുണ്ടല്ലോ എന്ന്. ഞാൻ ഇതൊന്നും കരയാക്കാറില്ലേ. അങ്ങനെ പാരിപ്പള്ളിയിലെത്തിയപ്പോൾ മനോജ് ചേട്ടനെയും കണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോയായിരുന്നേ, മാവിൻമൂട്ടിൽ. അങ്ങനെ ഞാനും മോനും ചേട്ടനും കൂടെയാണ് പോയത്. പോകുന്ന വഴി ഫുള്ള് ഓരോ അമ്പലങ്ങളിലും ഉത്സവവും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചേട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ എത്തിയായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണേ വരുന്നത്. ഈ പറയുന്ന ചേട്ടൻ 1-2 തവണയേ വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ചെന്ന അന്നായിരുന്നു ലാസ്റ്റ് ദിവസം. അങ്ങനെ വലിയൊരു ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. താലപ്പ് കുട്ടികളുടെ ഇഷ്ടംപോലെ താലപ്പുരയും വിളക്കും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടു കഴിഞ്ഞ് ആന നിന്നിട്ട് അമ്പലത്തിനകത്ത് കയറാൻ ചെറിയൊരു പേടിയായിരുന്നു. കാരണം ഫ്രണ്ടിലാണ് ആനേനെ കൊണ്ട് നിർത്തിയിരുന്നത്. വരവ് എന്നെ കണ്ടില്ല, ഭയങ്കര തേജസ്സുള്ളൊരു ആനയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറിയില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെയാണ് ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതതും കാര്യങ്ങളെ. അതാ ഞങ്ങൾ ചെന്ന് തൊഴുതുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കമ്പ്. എൻ്റെ ദൈവമേ, എന്തോ ഒരു കമ്പായിരുന്നു. എത്ര നേരം ആ കമ്പ് നിന്ന് വരുന്ന സംഭവമൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ നിന്നായിരുന്നേ. മോനുവിന് കമ്പം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്ന് അവൻ്റെ ലൈഫിലെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കമ്പം കാണുന്നത്. ഏറെക്കുറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കമ്പങ്ങളും കാര്യങ്ങളും കാണുന്നത് അമ്പലങ്ങളിൽ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ സർബത്ത് കുടിക്കാൻ വേണ്ടി ചേട്ടൻ പോയി. ചേട്ടൻ എപ്പോഴും ഈ സർബത്ത് ഭയങ്കര ഇഷ്ടമാണേ. എനിക്കിത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. പിന്നെ അതേ ചേട്ടൻ മോനുവിനും ടേസ്റ്റ് ചെയ്യാൻ നോക്കിയായിരുന്നു. പുള്ളിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം പച്ചമുളക് ഇട്ടതുകൊണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങി കഴിച്ചത് ഈ സാധനമായിരുന്നേ. ഇതിൻ്റെ പേര് എനിക്കത്ര അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ലേ, കാരണം സമയം ഒരുപാട് പോയായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.